ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സമയം ഇപ്പം 3 മണിയായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് പോവാണ്, ഞാനും ഇഫ്രയും കൂടി. അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റാണ്. അതേപോലെ തന്നെ ഇഫ്രൻ്റെയും എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് സെറ്റാണെന്ന് വിചാരിക്കുന്നു. സെറ്റാണോ? എന്താ എനിക്കൊരു സാറില്ലാത്തേ? ഒന്നോട്ടെ പട്ടിയോ സ്റ്റൈൽ രാജ് ഒരുങ്ങിക്കണുണ്ടോ? വിജയിൻ്റെ മാതിരി ഒരുങ്ങി നിൽക്കണേ. രാവിലെ തന്നെ ആയതുകൊണ്ട് ആർക്കും ഒരു ഉഷാറില്ല. എന്താ വെച്ചാൽ ഒന്നാമത് ഇന്നലെ കടന്നപ്പം ഇന്നലെ നേരത്തെ കടന്നിട്ടില്ലേ? 10-11 മണിയായപ്പോൾ കടന്നില്ലേ? 12 മണിക്ക് കടന്ന് ഒരു 2:30 ആയപ്പോൾ നീച്ചു. ഇതുണ്ടോ? ഇതിലാണ് ഇപ്പോൾ ഇഫ്ര വെള്ളം കുടിക്കല്. ഹലോ കിറ്റി. ടംബ്ലറോ? ടംബ്ലർ ഓരോരോ ടൈപ്പ് സാധനങ്ങൾ ആൾക്കാരെ പറ്റിച്ചാൻ. നല്ല ഇപ്പം എന്താ പറയുക. അപ്പോൾ ലാപ്ടോപ്പും സാധനങ്ങളൊന്നും കൊണ്ടുപോകണില്ല. ഒന്നാമത് എന്തെങ്കിലും വർക്കും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ലാപ്ടോപ്പ് കൊണ്ടുപോകല്. ഇത് ഇഫ്രാൻ്റെ പെട്ടിയാണ്. എൻ്റെ ഷൂവോ ഇടൂലേ? അപ്പം നമ്മൾ താഴെ ഞെപ്പിന്നൊക്കെ ഉറങ്ങാം. മെല്ലെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇറങ്ങാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇതാ ഇറങ്ങി. ബാക്ക് കാണിച്ചെടുത്താ ബാക്കിൽ ഫുൾ സാധനം കേട്ടോ. അതിൽ രണ്ട് വലിയ പെട്ടി, ഒരു ചെറിയ പെട്ടി മാത്രമേ നമ്മളതുള്ളൂ. മറ്റേ പെട്ടി നമ്മൾ പോകുന്ന സ്ഥലത്തെ ആളതാണ്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഞാൻ എയർപോർട്ടിലെത്തിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എല്ലാം പറയാം. എന്താ സംഭവം, എന്താണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ കാര്യമൊക്കെ എയർപോർട്ടിലെത്തിയിട്ട് പറയാം. അപ്പോൾ അവനിവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അവനും കൂടി പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ ചായ അടിച്ചാൻ വേണ്ടിയിട്ട് ഇവിടെ അരീക്കോട് ഷോപ്പിൽ എത്തിയാട്ടോ. അപ്പോൾ ഒരുപാട് നേരത്തെ ചെക്കിനും ചെക്കൗട്ടും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോലും ഇങ്ങോട്ട് കൊണ്ടുവരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫൈനലി ഇവിടെ എത്തി. ഇവിടെ ഇരിക്കുകയാണ്. സംഭവിച്ചത് എന്താ വെച്ചാൽ നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പം നമുക്ക് നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു ടീമുണ്ട്. ഓരെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ഓർക്ക് അങ്ങോട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇൻക്ലൂഡായി ഇങ്ങാണ്ടാണ് നമ്മൾ ലഗേജ് വിട്ടത്. 80 കിലോ ലഗേജിൽ 73 കിലോ ഉണ്ട് മൊത്തം. നമ്മളത് കുറച്ചുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ഓർക്കുള്ള അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇതെന്ത് സംഭവിച്ചു വെച്ചാൽ ഞാൻ എന്നെ അവിടുന്ന് സെക്യൂരിറ്റീൻ്റെ അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഒരു ബാഗ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണേ, അപ്പോൾ നിങ്ങളിവിടെ വരെ വരണം, ഇവിടെ വന്നിട്ട് ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം പോകാൻ പറഞ്ഞു. അപ്പം ഞാനിവിടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ എത്തി. ഇഫ്ര ഉള്ളിലേക്ക് കയറി, ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാം, ലഗേജിൻ്റെ എന്തോ സീനുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കുറേ അടിയിലേക്ക് പോയി. ഒരു സ്റ്റാഫ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ കഴിഞ്ഞിട്ട് CISFൻ്റെ ഒരു സ്റ്റാഫ് വന്ന് മൂപ്പരെ കൂടെ പോയിട്ട് ഒരു എന്താ പറയുക, ഒരു ചാവിയൊക്കെ ഇട്ടൊരു സ്ഥലം തുറന്ന്. അപ്പോൾ അവിടെ ഉള്ളിൽ ചെന്നപ്പോൾ ഉണ്ട് ലഗേജിൻ്റെ ഇത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, പടച്ചോനെ ഓലെ ഇതിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റം എന്നോട് പറഞ്ഞിരുന്നു, ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതേപോലെ തന്നെ മറ്റേ പുട്ടുപൊടി അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അതിനെങ്ങാനും പിടിച്ചതാണ് വിചാരിച്ചിട്ട് അവിടെ ചെന്ന് തുറന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഇതിൻ്റെ പവർ ബാങ്ക്. ഇവിടെ പവർ ബാങ്ക് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. കാരണം ഞാൻ അതിൻ്റെ മുന്നേ ഇവലെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പെട്ടിയിലുള്ളത്, എന്തൊക്കെ സാധനങ്ങളാണ് പെട്ടിയിലുള്ളത്,
എന്തെങ്കിലും പ്രശ്നമുള്ള സാധനം ഉണ്ടോ നമുക്കറിയില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് അടിയിൽ പോകുന്നത്. അടിയിൽ പോയിട്ട് മറ്റേ ലഗേജും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടിരിക്കുന്നത്. ഞാനവിടെ ചെന്ന് നേരെ ഫസ്റ്റ് സിബ് തുറന്നതും നേരെ കാണുന്ന പവർ ബാങ്ക്. അപ്പോൾ ഞാൻ ഇവളോട് ചോദിച്ചതാണ് പവർ ബാങ്ക് എവിടെ വെച്ച്. അത് ഹാൻഡ് ബാഗ് ഇതിൽ വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് തുറന്നപ്പോൾ ഇത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കുറേ സമയം. ഏതായാലും നന്ദിയുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തിയിട്ട് ചിരിച്ച വെറുതെ ചിരിച്ചിരിക്കുക. ഏതായാലും കൊണ്ടുപോയത് അന്നെ ഫസ്റ്റ് വിളിച്ചേ സൈദ് ഫ്രീലെന്നാ ചോദിച്ചേ. അതിൽ ഞാൻ പറഞ്ഞു അല്ല ഹസ്ബൻഡാണ് പറഞ്ഞു. ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇതൊന്ന് ക്ലിയർ ചെയ്ത് പോകണം പറഞ്ഞു. അങ്ങനെ പോയതാ. എനിക്ക് അവിടെ എത്തിയിട്ട് ചിറി വരുന്നുണ്ട്. എന്താ കാട്ടേണ്ടി അറിയില്ല. ഈ പൊട്ടത്തിനോട് ഞാൻ പറഞ്ഞതാണ് ഇതിൽ വെക്ക്. അപ്പൊ ആ വെച്ചിക്കണ് പറഞ്ഞാണ്ട് നേരെ കൊണ്ടുപോയി മറ്റേ കൊണ്ടുപോയി വെച്ചിക്കണ്. ഇതിൽ എനിക്കറിയാം ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതില് ക്യാമറന്റെ സാധനങ്ങളൊക്കെ വെച്ചില്ലേ ഇതില്. അപ്പൊ നമ്മള് ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മളെ ഫസ്റ്റത്തെ നമ്മൾ ആക്ച്വലി 2 കൺട്രി പോകുന്നുണ്ട് ഇന്ന്. ഫസ്റ്റത്തെ കൺട്രി കണക്ഷൻ ഫ്ലൈറ്റ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു കൺട്രി പോയിട്ട് പിന്നെ അവിടുന്ന് വേറെ കൺട്രി പോവാണ്. അപ്പോൾ എന്തായാലും ബാക്കി ഫ്ലൈറ്റ് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. എന്താ ഈ കാട്ടണ? ഗെയിം കളിച്ചേ? എന്ത് ഗെയിം? വന്നപ്പോ തുടങ്ങിയ കളി അത്. ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആണ്. അപ്പം ഇതും കളിച്ച് കുത്തിരിക്ക അവിടെ. എന്തേലും മനസ്സിലായോ എന്തേലും? ستجدون بطاقة السلامة في جيب مقعدكم وهي تشير إلى طرق مخارج الطوارئ، أقنعة الأكسجين وسترات النجاة، كما أنها تبين لكم وضعية الإحماء التي يجب اللجوء إليها عند سماعكم كلمة بريس. يوجد 8 مخارج للطوارئ، بابان في مؤخرة المقصورة، 4 نوافذ للطوارئ في وسطها، وبابان في مقدمتها. سترشدكم الأبواب في أرضية الطائرة إلى أحد هذه المخارج. يرجى أخذ الوقت الكافي لتحديد أقرب مخرج الطوارئ إليكم. مخارج تطلق خلفكم مباشرة. في حال الاضطرار استخدام زلاقة النجاة، لا قدر الله ذلك. രസമുണ്ടോ? ഇല്ലേ?
അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ വീണ്ടും ദുബായിലെത്തി. ഇനി ഞങ്ങൾ ഫ്ലൈറ്റ് എപ്പോഴും അറിയോ, ഒരു 10:10 എപ്പോൾ രാത്രി 10:10 ഞങ്ങളെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതുവരെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് എന്ത് ചെയ്യും ഇജ്ജ് പറയും. ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങേ അതിന് ഞാൻ സമ്മതിക്കും തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ നമ്മൾ പുറത്തിറങ്ങും, പുറത്തിറങ്ങി അപ്പൊ വിസല്ല. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് വേറെ സർപ്രൈസ് വരുന്നുണ്ട്. വിസ ഒക്കെ എടുത്തിക്കണ്. നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് രാത്രി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് പോവും. എന്നെ ഞാൻ അങ്ങനെ പോസ്റ്റ് ആക്കും തോന്നുന്നുണ്ടോ? ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ട് എന്ത് അല്ല അതുവരെ അല്ലേ പോസ്റ്റ് ആവൂലേ? വിസ ഒക്കെ എടുത്തു. ആ വിസയിലെ ഇപ്പൊ എനിക്ക് അയച്ചെന്ന് ഇത് പൊട്ടത്തിയാമ എഴുതി വെച്ചിക്കണല്ലോ വെണ്ടക്ക അക്ഷരത്തില്. 48 hours ട്രാൻസിസ്റ്റ് വിസ. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതേപോലെ ഒരുപാട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വിസയാണത്. ഒന്നും നോക്കില്ല, അവിടെ എറിഞ്ഞു. സത്യം അല്ലെങ്കിൽ ആലോചിച്ച് 11 മണിക്കൂർ 11 മണിക്കൂറും 40 മിനിറ്റും ഞങ്ങൾ എത്ര വെച്ചിട്ട് നടക്കും? 11 മണിക്കൂർ നടക്കാൻ എന്താ പോയത്? എങ്ങനെയുണ്ട്? അതെങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? ഫണ്ട് വരും ഒക്കെ എത്തും ഇൻഷാ അല്ലാഹ്. ഞാനിവിടെ ഒരു ടീമിനെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കണം. വണ്ടി എത്തിയാ പോരെ, നമുക്ക് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് മെല്ലെ ഇങ്ങോട്ട് പോരാം. അപ്പോൾ എന്തായാലും ഗൈസ് ഞങ്ങളെ ലഗേജും കാര്യങ്ങളൊക്കെ പിന്നെ അവിടുന്ന് നേരെ മറ്റേ ഫ്ലൈറ്റിലേക്ക് ട്രാൻസ്ഫർ ആവും. നമ്മളടുത്ത് ഈ ഒരു പെട്ടി മാത്രമേ ഉള്ളൂ, പിന്നെ നമ്മളെ കയ്യിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓ നല്ല വെയിലില്ലേ എത്ര അന്ന് വന്ന പോലെ ഇല്ലേ? വാ ഈ അരു കൂടെ വാ. അപ്പൊ കറുത്തു പോകും തോന്നുന്നുണ്ട്. മുത്തേ 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 മുത്തേ. ഏത് ചെക്കന്മാര്? പൂപ്പിക്ക് എവിടെ? ആ ഞങ്ങൾ നിങ്ങളെ വണ്ടി കണ്ടപ്പോ തന്നെ അവിടെ എത്തി. ആ പോണ് ഞങ്ങളെ തെരഞ്ഞാണ് പോണ്. വിളിച്ചല്ലോ ഇപ്പൊ നിക്ക് മോബിസ്കിം ഷെഫീക്ക് പാവണ്ട്. ഇപ്പൊ ഇങ്ങള് വലിച്ചിട്ടില്ലെങ്കിൽ നേരെ പോയി. എന്താ വർത്താനം? അഞ്ചൽ ചാമ്പിട്ടേ ഇതൊന്ന് ബാക്ക് വെക്കാം. ഇതുടിച്ചാ. അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങളെ സേഫായ എന്നും ഞങ്ങളെയും ആര് വന്നാലും ഇതൊന്ന് തുറക്കുമോ? ഞങ്ങൾ ആര് വന്നാലും സേഫായ കൈകളിൽ ഏൽപ്പിക്കാന്ന് പറയണ പോലെ സേഫ് ആക്കുന്ന ആൾക്കാരാണ് ഇവര്. എന്തൊക്കെ സെറ്റല്ലേ? ഓഫീസ് കുറച്ച് എന്താ പേരെന്താ പോവല്ലേ? ഓഫീസ് ബന്ധമില്ലാത്തോണ്ടാ ബന്ധം കുറവായിട്ടാ. 6 വർഷം ഞാൻ ഇത് കഴിച്ചിട്ടില്ലേ. കുറ്റബോധം.
ശ്വാസം കഴിക്കാൻ വരെ കഴിയില്ല. ഇല്ല മോസ്ക, ഞാൻ അത് വേറെ കാര്യത്തിന് എടുക്കാം. ഒരു കാര്യമില്ല ചിത്രത്തിൽ. അപ്പോൾ നമ്മള് ഷെഫീഖാൻ്റെ റൂമിൽ പോയി. അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. മൂപ്പരെ വൈഫ്, കുട്ടിയും അതേപോലെ തന്നെ ഷെഫീഖാൻ്റെ എന്താ വൈഫിൻ്റെ പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പത്തിരിയും ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന് നമ്മളൊക്കെ കഴിച്ചിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ആഗ്രഹം, ഞാനൊരു ഫോട്ടോ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുക. ഞാൻ ആ ഫോട്ടോ എടുത്ത സ്ഥലത്തേക്ക് പോകണം ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ വന്ന ടൈം ഒന്ന് പാളിപ്പോയി. ഇവിടെ ദുബായ് വന്നപ്പോൾ ഞാൻ ഇതിന് മുന്നേ വന്ന ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഗ്രീക്ക് ഹാർബർ പറഞ്ഞിട്ടുള്ള ഇവിടെ ഈ താഴെ കാണുന്ന ഈ ഫോട്ടോ ഇവിടുന്ന് എടുത്തായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ നമ്മളെ ബോസുമാർ മുന്നിലുണ്ട്. അടിപൊളി കുട്ടികളെ മതി, ഇത്ര വലിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ഥലം നോക്കി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇഫ്ര, രണ്ടാമത്തെ വട്ടമല്ലേ ഇപ്പോൾ ദുബായിൽ? പ്രതീക്ഷിച്ചിരുന്നോ ഇവിടെ വരുന്നു? ഇഷ്ടപ്പെട്ടോ? എങ്ങനെ? അതെ, പിന്നെയും ദുബായ് കാണാൻ പറ്റി. അത് തന്നെ. ഓ, അവിടെ ഒരു കുട്ടിക്ക് നോക്ക്. ഓടാ. ഓ, നല്ല രസല്ലേ? ഇൻഷാല്ലാ സ്പെരൂട്ടി. ഞാൻ സത്യം പറഞ്ഞാലേ സോറി, ഞാൻ ഇപ്പം മറ്റേ അവിടെ പോണതാണെങ്കിലും ഞാൻ സർപ്രൈസായിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചേനി. അത് ഞാനൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഞാൻ എന്താണ് ഉണ്ടായതെന്ന് കറക്റ്റ് പറഞ്ഞുതരാം. നമ്മളെന്തായാലും ഇങ്ങനെ നടന്ന് അവിടെ എത്താനായിക്കണം തോന്നുന്നു. നമുക്ക് രാത്രി ഒരു 10:10 കേട്ടോ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ബലി അങ്ങോട്ട് ആക്കി തരുന്നു പ്രതീക്ഷിക്കുന്നു. വയ്യ അറിയില്ല കേട്ടോ, കൂത് വയ്യൊക്കെ അറിയാറാണ് പോന്നിട്ട് ഇവിടെ എത്തിയിട്ട് ആളോട് വയ്യ ചോദിക്കണേ. നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും പോകാൻ പറ്റും. പക്ഷെ നമ്മളതല്ല, നമുക്കിത് ഈ ഒരു വ്യൂ എല്ലാം കാണിച്ചു തന്നിട്ട് നേരെ ആ പാർക്കിലേക്ക് ആരെ കൊണ്ട് പോകാനാവില്ല. നിങ്ങൾ ഇതുവരെ ഹാർബറിലേക്ക് പോകുമ്പോ ഈ ഒരു ലൊക്കേഷൻ കണ്ടിരുന്നു? ഇപ്പോഴാണെങ്കിൽ 2 മിനിറ്റ് ബാക്കോട്ട് വണ്ടി എടുക്കാം. ഇപ്പോഴാണെങ്കിൽ സമ്മതിക്കൂലെന്ന് പറഞ്ഞ് നടക്കണ്ടേ. ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് വരട്ടെ. ഈ സ്ഥലം നല്ല രസമല്ലേ? ഇതന്നെ ആവും. പിന്നെ അങ്ങോട്ട് നടക്കണ്ടേ കാറിൻ്റെ അടുത്തേക്ക്? അത് വേണം, നടക്കണം. കണ്ടോ ഫ്രോ, ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത അറിയോ? ഇത് രണ്ടും ഒരേപോലെയാണ്. വണ്ടി വാ. ഓഫീസ്ക്കാ ഇവിടെ അല്ല കേട്ടോ ഞാൻ കണ്ടത്. ഇഷ്ടപ്പെട്ടോ? എങ്ങനെ കാണാത്ത സ്ഥലം പിന്നെയും കാണാൻ പറ്റില്ല. ദുബായിൽ ശരിക്കും ഇനിയും കാണാനൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇതല്ലേ.
ആ ഇത് തന്നെ. ആ ഫ്രെയിം കണ്ടപ്പോൾ ഞാൻ ആ ഫ്രെയിമിന് മാച്ച് ചെയ്തു. പക്ഷെ എനിക്ക് പുതിയതായി വന്ന പോലെ തോന്നില്ലല്ലോ. നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്താണ് നിൽക്കണമെന്നുള്ളൊരു ഫീലൊന്നും ഇല്ലടോ. എനിക്ക് തോന്നണേ കുറച്ചായിട്ടല്ലേ ഉള്ളൂ ഇപ്പോൾ വന്ന് പോയിട്ട്, അതുകൊണ്ടാവും. ഇഫ്രാ മതിയോന്നോ? ആ ബോളിന് മുന്നേ നിന്നൊരു ഫോട്ടോ എടുത്തോ ആ പന്തിൻ്റെ. സ്ഥലം കാണാൻ വന്നല്ലേ? വയ്യാത്ത ഇനിയും കൂടെ കാണി നടത്തിക്കുന്നുള്ള ധാരണ. ഞാൻ പറഞ്ഞ വയസ്സന്മാരെ കൂട്ടിട്ട് വരാൻ പറ്റാന്ന് ഞാൻ തന്നെ പറഞ്ഞിന്. രണ്ടടി നടക്കുമ്പോ ഇതെല്ലാം കഥപ്പാള്. ചോദിക്കണോ മോഫിസ്ക? പോകാൻ പറ്റുമോ? നിങ്ങൾ മുന്നിൽ ആര്? നിങ്ങൾ രണ്ടാളും അപ്പൊ നീ ഡ്രൈവറല്ലേ? അല്ല, അങ്ങനെ ഈ മുന്നിൽ ഇരുന്നോ. അങ്ങനെ സീ വണ്ടിട്ടോ. നല്ലൊരു വണ്ടി. ഇത് എത്ര ആൾക്കാർക്ക് പോവാ? പൈസ നോക്കില്ല, പൈസ വാരി റിച്ചാ. ഈജുന്റെ പാട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി അറ്റം കൂടി കാണിച്ചു തുടങ്ങി. അല്ലല്ല പിന്നെ just to see the last year you know everything dealing ബസ്തന്നെ കിട്ടിയിട്ട് ഈ തിരക്കടില്ലേ? ഇച്ച കാണുന്ന പോലെ അല്ലട്ടോ. ഒന്നും നോക്കിട്ട് വില നോക്കിട്ട് 20 രൂപ കൊടുത്തു. ഇച്ച ബാക്കിൽ ടി വി ഉണ്ട്, പാട്ടിട്ട് ചോദിച്ചോ. വണ്ടി വെച്ച് സുഖി വെച്ചാലോ നമുക്ക്. ഇത് ഇടയ്ക്ക് ആവശ്യം വരും. പിന്നെ ആടെ ഇറങ്ങുമ്പോ ഇച്ചിനോട് പറയേണ്ടി ഞാൻ പറഞ്ഞത്. വണ്ടി അവിടെ നിർത്തി അറിയാതെ തലങ്ങും വിലങ്ങും നടക്കണേ. ഇപ്പൊ കൊയങ്ങിയോ പാവം. ഇവര് രണ്ടാളാക്കണ അങ്ങോട്ട് പോണ്, ഒരാൾ സബ്ബടക്കണ്. നമ്മളെല്ലാവരും ഇവിടെ റയാൻ മന്തിയിൽ വന്നിട്ടുണ്ട്, മട്ടൻ മന്തി കഴിക്കാൻ. മട്ടൻ മന്തി ആണോ? ഒരു കഷ്ണം. ഇത് വേറെ മട്ടനാ. അത് ഇതിൻ്റെ പീസ് നോക്ക്, ചെറിയ കഷ്ണം. മട്ടനൊക്കെ കഴിച്ചു നോക്കട്ടോ. താങ്ക് യു. ആ ചിരി ഉണ്ടല്ലോ. ഉള്ളി 2 കിലോ. ഇതാ മോനെ ഉള്ളി. ഇതാ ഈ ഉള്ളിയല്ല, പച്ചുള്ളി ഉണ്ടാവും. പച്ചുള്ളി 1 കിലോ. ഉള്ളി പിന്നെ ബാട്ടി ഉള്ളി പോരാ, പച്ച വ്യത്യാസം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തിനാ ഉള്ളി? സാധാ ഉള്ളി. എന്തിന് വെപ്പ് നടത്താൻ ഇവിടെ ഇതിൽ അത്യാവശ്യം ഉള്ളി ഉണ്ട് നോക്കി. മീഡിയം അതുകൊണ്ട് ഉള്ളി വേണ്ട, ഉള്ളി വേണ്ട. പച്ചുള്ളി 1 കിലോ. മതിയാ. ഉള്ളിന്റെ തോലും ഉണ്ട്. എന്തെല്ലാം തിരക്കാവുന്നത് ഇത് പച്ചമുളകല്ലുണ്ട്. കൈ ആണോ? കഴിച്ചോളി, ഇന്നത്തൊന്നാണ് കഴിച്ചോളി. അത് കയ്യിലില്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ദുബായിൽ കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പം ഒരു ഏകദേശം ടൈം എത്രയായി? എത്ര? 9:14. 10:10 നമ്മളെ ഫ്ലൈറ്റ് ഉള്ളത്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഒരു 8 മണി ആ ടൈം ആയപ്പോഴാണ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഇതിൻ്റെ പ്ലാനൊന്നും ഇല്ലേനി. വാനോട് പറയാലോ, ആദ്യം ഇതിൻ്റെ പ്ലാനും കാര്യമൊന്നും ഇല്ലേനി. അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ട്രാൻസിറ്റ് വിസ എടുത്താലോ. കാരണം 11-11.5 മണിക്കൂർ 12 മണിക്കൂറുണ്ട് ഏകദേശം.
അതിങ്ങനെ എയർപോർട്ടിൽ നിൽക്കുക പറഞ്ഞാൽ അത് കഴിയാത്തൊരു കാര്യമാണ്. എത്ര അവിടെ ഇവിടെയും പോയാലും കഴിയൂല 12 മണിക്കൂറൊന്നും. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച് വിസയും കാര്യങ്ങളും എടുത്ത് എന്നോട് പറയാതെ എടുത്ത് ആദ്യം ഞാൻ ഷെഫീഖാനോട് പറഞ്ഞു. ഷെഫീഖയും സൈഫുക്കും അതേപോലെ തന്നെ മോഫിസ്ക്ക് ഇവരോടാണ് ആദ്യം എന്താ പറയുക ഒരു വലിയ താങ്ക്സ് പറയുള്ളത്. കാരണം ഇന്നത്തെ ദിവസം എനിക്ക് എങ്ങനെ ഉണ്ടേനി ഇഷ്ടപ്പെട്ടോ? ടൈം പോയത് അറിഞ്ഞിട്ടില്ല. അതാണ്. അപ്പോൾ 11-12 മണിക്കൂറുള്ളെങ്കിലും പക്ഷേ ആ സമയം ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് സമയങ്ങളായി. സത്യം പറഞ്ഞാൽ അവിടുന്ന് പോന്നപ്പം എനിക്ക് തോന്നുക ഇപ്പം ഞാൻ പോണോടത്ത് നിൽക്കുന്നതിലാറ് ഒരു ദിവസം കൂടി ഇവിടെ നിന്നാൽ മതി എന്നുള്ളൊരു അങ്ങനെയായിപ്പോയി. കാരണം നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇവിടെയും കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. കുറേ നേരം പാട്ടും കളിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയായി. ഈ ഹാപ്പിയല്ലേ? ഞാനും ഹാപ്പിയാണ്, ഇഫ്ര ഹാപ്പിയാണ്. അപ്പം ഇനി ഞങ്ങൾ പോകുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ നാളത്തെ വ്ളോഗിലാവും ഞാൻ പറയുന്നുണ്ടാവുക. അവിടെ എത്തിയിട്ടുള്ള വ്ളോഗ് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാറായിട്ടുണ്ടാവുക. പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആക്ച്വലി ഈ ഒരു ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയല്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇവൾക്കൊരു സർപ്രൈസ് കൊടുക്കുക, ഒരു സർപ്രൈസായിട്ട് ലൈക്ക് ഞാൻ കാശ്മീർക്ക് പോകുകയാണ് പറഞ്ഞിട്ട് ഓക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തണുപ്പിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ എയർപോർട്ടിൽ എത്തുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്നുള്ള രീതിക്ക് ഇങ്ങനെ റിവീൽ ചെയ്യാന്നുള്ള ഇതിലൊക്കെ വന്നതായിരുന്നു. അത് അടപടലം പാളി എന്ന് പറഞ്ഞാൽ പോരാ. ഒന്നാമത് എനിക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനം ഉണ്ടായിരുന്നു. അത് 2 പെട്ടി വലിയ പെട്ടി സാധനം. ഇത് കാശ്മീരിൽ ആർക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവളോട് കൊണ്ടുവരിക, ഇവളോട് പറയാ. ഞാൻ അതാലോചിച്ച് പിന്നെ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിക്കാണ്ട് ഏതായാലും സംഭവം പൊളിഞ്ഞു. ഇന്നലെ രാത്രി തന്നെ പൊളിഞ്ഞു. പിന്നെ ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു. പിന്നെ വിസൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേനു. അതെങ്കിൽ അത് ഒക്കെ ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് അവളെ മുഖത്ത് കാണിച്ചു തരാൻ പറ്റി. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വ്ളോഗ് ഉണ്ടായിരുന്നത്. ഇന്ന് ഭയങ്കര നല്ല രസകരമായ ദിവസമായിരുന്നു. എന്തായാലും നിങ്ങൾക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഒരു 3-4 ദിവസം നമ്മൾ ഒരു സ്ഥലത്തുണ്ടാവും. അപ്പോൾ അവിടുത്തെ വ്ളോഗും കാര്യങ്ങളാവും എന്തായാലും പറയുന്നുണ്ടാവുക. നിങ്ങൾ സ്ഥലം ഏതാണെന്ന് എന്തായാലും ഗസ് ചെയ്യുക, ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇതൊന്നും പറയാത്തേ, ഒന്നും പറയാനല്ലേ? ഉറക്കം വന്നിട്ടാ? ഉറങ്ങിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ, തീരെ ഉറങ്ങിയില്ല. ഇവള് അവിടെ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങി. പക്ഷെ എനിക്ക് തീരെ ഉറക്കം കിട്ടിയില്ല. ഞാൻ ഒന്നാമത് ഉറങ്ങാതെ കൽപ്പിച്ചിട്ട് ഉറങ്ങാവുന്നതാ. ഇനി ഇവിടുന്ന് ഒരു 3.5 മണിക്കൂറും കൂടി ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. എല്ലാവരും വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇനി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വരും വ്ളോഗുകളിൽ കാണാം ഗൈസ്. ബൈ ബൈ.